കഴിഞ്ഞ ദിവസേ എൻ്റെ അടുത്ത് 2 പിള്ളേർ വന്നു. അവർ സ്കൂളിൽ ടി.സി വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. ആ 2 പിള്ളേർ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ അവിടുത്തെ പെട്രോൾ അടിക്കുന്ന അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ട്, ഡ്യൂട്ടീസോ എങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ്, എത്ര എമൗണ്ടൊക്കെ കിട്ടുന്ന കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു, കുറച്ച് റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു തോട്ട് എന്താ ചോദിച്ചു. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും പുതുതായിട്ടൊരു ചിന്ത അതിനെപ്പറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, പൈസയുടെ വാല്യൂ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നോട് പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ പാരൻസൊക്കെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലായതെന്നുള്ള കാര്യം കൂടി നമ്മളോട് ഷെയർ ചെയ്തിട്ടോ. കാരണം സാധാരണ നമ്മൾ പാരൻസിനോട് ഒരു പെരുന്നാളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു 2000 രൂപ അവർ തരുമ്പോൾ ഒരു 1900 ആയി കഴിഞ്ഞാൽ നമ്മൾ ആ 100 രൂപയ്ക്കും വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ പാരൻസിനെ കച്ചറ കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന പെരുന്നാളിന് അവർ 500 രൂപൻ്റെ ഷർട്ടാണ് വാങ്ങിയതെന്ന് എന്നോട് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ പൈസയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ നൽകുക. അതുവഴി അവർ ഡിസിപ്ലിൻഡ് ആവാനും കൂടാതെ നമ്മളുടെ എഫേർട്ടിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ പാകപ്പെടുത്താനും വളരെയധികം സഹായിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.